രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലീസ് കസ്റ്റഡി ഇന്ന് അവസാനിക്കും. അദ്ദേഹത്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നാളെ അദ്ദേഹത്തിന്റെ ജാമ്യത്തിന്റെ കാര്യം കോടതി പരിഗണിച്ചേ പറ്റുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അറസ്റ്റ് നിയമവിരുദ്ധമായ ഒരു അറസ്റ്റായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം അത് 2024 ഏപ്രിൽ ആണ് ഈ ആരോപണം വന്നത്. ഏപ്രിലെ സംഭവമാണ്. 2024 ഏപ്രിൽ ആയപ്പം ഇന്ത്യയിലെ പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. BNSസും BNSSും അല്ലെങ്കിൽ IPC CRPC തെളിവ് നിയമം 3 പുതിയ നിയമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 2023 മുതൽ പുതിയ നിയമങ്ങളാണ്. അതിനു മുമ്പുണ്ടായ സംഭവങ്ങൾ പഴയ നിയമത്തിൽ തന്നെ കേസെടുക്കാം. പുതിയ സംഭവങ്ങളൊക്കെ പുതിയ നിയമത്തിൽ കേസെടുക്കാൻ പറ്റും. 2024 ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ആ പെൺകുട്ടി ആരോപണം പറഞ്ഞിരിക്കുന്നത്. അത് 2024 ഏപ്രിലാണെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അത് പോലീസ് എടുത്ത പഴയ IPC പ്രകാരമുള്ള ആ വകുപ്പല്ല ഉപയോഗിക്കേണ്ടത്. അത് തെറ്റാണ്. അത് മനഃപൂർവ്വം പോലീസ് ഇട്ടതാണ് എന്ന് പറയേണ്ടി വരും. കോടതി അതനുസരിച്ച് ആ നിയമ നടപടിക്ക് വിധേയമായ ആരോപണത്തിന് കോടതി പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. BNS പ്രകാരം തന്നെ കേസെടുക്കണം. അത് പോലീസ് മനഃപൂർവ്വം ഒഴിവാക്കി. അത് അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണോ എന്നും അറിയില്ല. അതിന് വലിയ പ്രാധാന്യമുണ്ട്. പുതിയ BNSS എന്ന് പറഞ്ഞാൽ ക്രിമിനൽ നടപടിക്രമം 154 നേരത്തെ ഉള്ള IPCക്ക് പകരം 173 പ്രകാരമാണ് പോലീസ് കേസെടുക്കുന്നത്. കേസെടുക്കുമ്പോൾ 3-4 കാര്യങ്ങളുണ്ട്. നമുക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്ത് കേസെടുക്കാം. നമ്മൾ മൊഴിയുടെ അവസാനം ഒപ്പിട്ട് കൊടുക്കണം. അതേസമയത്ത് വിദേശത്തുള്ള പലരും ഇലക്ട്രോണിക്സ് മീഡിയ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോണിക്കലി ആണ് ആ മെസ്സേജ് നൽകുന്നതെങ്കിൽ എവിടെ ഇരുന്നാലും ശരി, നാട്ടിലിരുന്നാലും ശരി, വീട്ടിലിരുന്നാലും ശരി, വിദേശത്തിരുന്നാലും ശരി, ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ പരാതി കൊടുക്കുന്നതെങ്കിൽ ആ SHO മുമ്പാകെ, പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മുമ്പാകെ നേരിട്ട് വന്ന് മൊഴി 3 ദിവസത്തിനകം കൊടുക്കണം. രാഹുൽ മാങ്കൂട്ടന്റെ കേസിൽ അതുണ്ടായില്ല. 3 ദിവസത്തിനകം കൊടുത്തുമില്ല. ആ സ്ത്രീ ഇപ്പം വിദേശത്തുമാണ്. 3 ദിവസത്തിനകം കൊടുക്കുമ്പം അതിലെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരിക്കണം മൊഴി രേഖപ്പെടുത്തുന്നത്. അത് 173(2) കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പം പ്രത്യേകിച്ച് പീഡനം, റേപ്പ് അങ്ങനെയുള്ള സീരിയസ് ആയ കേസുകൾക്ക് ഒരു പെൺകുട്ടി വന്ന് മൊഴി കൊടുത്താൽ അത് വീഡിയോഗ്രാഫി ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് അനുസരിച്ചല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്യും. അതുകൊണ്ട് ആ FIR നിലനിൽക്കത്തില്ല. അത് ഇൻവാലിഡാണ്. ഹൈക്കോടതി പോയാൽ അപ്പം തന്നെ ക്വാഷ് ചെയ്യും. കോടതി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. കോടതി എന്തുകൊണ്ട് കസ്റ്റഡി കൊടുത്തു എന്ന് മനസ്സിലാകുന്നില്ല. അപ്പം 173(2) പ്രകാരം FIR ഇൻവാലിഡായി. അവരിവിടെ വന്ന് മൊഴി കൊടുത്തില്ല. അതേസമയത്ത് അത് വീഡിയോഗ്രാഫി ചെയ്തില്ല. പിന്നെ അവരെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടുമില്ല. 2024 ഏപ്രിൽ ഉണ്ടായ സംഭവമാണ്. ഇനി മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയ അതിനൊരു എവിഡൻസ് ലഭിക്കാനും സാധ്യതയില്ല. അപ്പം കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇൻവാലിഡായ FIR ആയിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും കോടതിക്ക് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ അറസ്റ്റും ഡീറ്റൻഷനും അത് നിയമവിരുദ്ധമാണ്. അതിന് പോലീസ് ഉദ്യോഗസ്ഥ സമാധാനം പറയേണ്ടി വരും. ഇല്ലീഗലായിട്ട് ഡീറ്റെയിൻ ചെയ്തു, നിയമവിരുദ്ധമായി ജയിലിൽ പാർപ്പിച്ചു. അത് തന്നെയല്ല, അദ്ദേഹം കേസിനോട് സഹകരിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ നിയമം അങ്ങനെയാണ് പോകുന്നത്. പ്രതിക്ക് ഒരു കേസിലും പോലീസിനടുത്ത് സഹകരിക്കേണ്ട ആവശ്യമില്ല. പ്രതിക്കെതിരായ തെളിവ് സ്വീകരിക്കേണ്ടത് പോലീസാണ്. അത് പ്രതിയുടെ സഹകരണമൊന്നും ആവശ്യമില്ല. സഹകരണം ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ആ എവിഡൻസ് ശേഖരിക്കേണ്ട ചുമതല അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇവിടെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് അത് എവിടെയാണെന്ന് പറഞ്ഞില്ല. അത് പ്രതിക്കെതിരായി പോലീസിൽ തെളിവ് കൊടുക്കുന്നതായിട്ട് വരും. ആ ലാപ്ടോപ്പ് പോലീസിന് കണ്ടെടുക്കാം. ആ ലാപ്ടോപ്പിൻ്റെ അത് ഓപ്പൺ ചെയ്യാനുള്ള ആ ലോക്ക് സിസ്റ്റം അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് ആണോ അതോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നമ്പരാണോ
ഏതായാലും ലാപ്ടോപ്പ് എവിടെയാണെന്ന് പറഞ്ഞില്ല, അത് പോലീസിന് കൊടുത്തില്ല, അതിൻ്റെ അകത്തെ കണ്ടൻസ് എന്താണെന്ന് പോലീസിന് അറിയത്തില്ല. അപ്പം അത് തന്നെയല്ല ആർട്ടിക്കിൾ 20 ഭരണഘടനയുടെ 20 പ്രകാരം ഒരു പ്രതിയും അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിയും അയാൾക്കെതിരായിട്ട് ഒരു തെളിവ് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. അങ്ങനെയാണ് ഇന്ത്യൻ നിയമം കിടക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചാലും എവിടെ പിടിച്ചാലും കോടതി നേരിട്ടായാലും ശരി എവിടെയായാലും ശരി പ്രതിക്കെതിരായ തെളിവ് പ്രതി തന്നെ കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇന്ത്യൻ നിയമം. അതേസമയത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാം, പോലീസിന് കൊടുക്കാം, മറ്റേ ഏജൻസിക്ക് കൊടുക്കാം. ഇവിടെ ആർട്ടിക്കിൾ 20 പ്രകാരം പ്രതി സഹകരിക്കുന്നില്ലെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അയാൾ ലാപ്ടോപ്പ് കൊടുക്കാൻ അയാൾക്ക് സൗകര്യപ്പെടില്ല, കൊടുക്കുന്നില്ല. അത് കണ്ടെടുക്കേണ്ട ചുമതല പോലീസിനാണ്. അതിൻ്റെ കണ്ടൻസ് അതിൻ്റെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തെടുക്കേണ്ട പോലീസിൻ്റെ ചുമതലയാണ്. അപ്പോൾ അത് മുന്നോടൊന്നും സഹകരിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, ഈ മുറിയിൽ ആ പെൺകുട്ടി തന്നെ നേരിട്ട് തന്നെ മൊഴിയെടുക്കുക, നേരിട്ട് തന്നെ മുറിയെടുക്കുക. അയാൾക്ക് അതിനകത്ത് റോളില്ല. അയാളവിടെ വന്നുപോയി എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് എന്തിനുമാകാം. അപ്പോൾ അതൊരു വന്നു പോകുന്ന ഒരു ഓഫൻസ് അല്ല. അതേ സമയത്ത് അന്നേ ദിവസം അവിടെ താമസിച്ച് തന്നെ റേപ്പ് ചെയ്തെങ്കിൽ തിരുവല്ല പോലീസ് സ്റ്റേഷൻ എന്തുകൊണ്ട് അന്ന് ഇവർ പോയി പരാതിപ്പെട്ടില്ല? അതിപ്പം ആർട്ടിക്കിള് അത് ഭരണഘടന അനുസരിച്ചും അത് നമ്മൾ പുതിയ നിയമ നടപടികൾ അനുസരിച്ചും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേസെടുപ്പും അതിൻ്റെ അന്വേഷണവും ഇപ്പം നടത്തുന്നത് നിയമവിരുദ്ധം തന്നെയാണ്. എന്ന് യാതൊരു സംശയവുമില്ല. ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് അന്ന് ഏപ്രിൽ 2024 ആ സമയത്ത് പോലീസ് സ്റ്റേഷൻ നേരിട്ട് പോയി തന്നെ റേപ്പ് ചെയ്തെന്ന് പറയാത്തത് പറഞ്ഞില്ല. അവർക്കൊരു മെഡിക്കൽ അന്വേഷണം 1.5 വർഷം കഴിഞ്ഞല്ലേ നടത്താനൊക്കെയുള്ളൂ. ആ അവസരവും നഷ്ടപ്പെടുത്തി. അവർ ഒരു പ്രൈവറ്റ് കാറിൽ അവിടെ വന്ന് അവർ സ്വന്തമായിട്ട് മുറിയെടുത്തു താമസിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടം എന്ത് കുറ്റം ചെയ്തു? അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് ഫെന്നിയിലേക്ക് ഇപ്പോൾ ആ സ്ത്രീ ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വാർത്ത അവിടെ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അടിയന്തരമായിട്ട് എനിക്കൊന്ന് കാണണം, അതിനൊരു സൗകര്യം ഉണ്ടാക്കി തരണം. അദ്ദേഹം സ്ഥലത്തില്ല, പാലക്കാട്ടാണ്. അങ്ങനെയെങ്കിൽ പാലക്കാട് എവിടെയെങ്കിലും ഒരു സൗകര്യം ഒരു 4 മണിക്കൂർ എനിക്ക് വേണം. എന്തിനാണ് 4 മണിക്കൂർ അദ്ദേഹത്തിനെ കാണാൻ? അത് ഏതെങ്കിലും പ്രൈവറ്റ് ഏരിയയിൽ വെച്ചായിരിക്കണം, അദ്ദേഹത്തിൻ്റെ കാറിൽ വെച്ചായാലും കുഴപ്പമില്ല. പക്ഷേ MLA കാർ പാടില്ല, പ്രൈവറ്റ് കാറിലാണ്. 3-4 മണിക്കൂർ എനിക്ക് വേണം എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഫെനിയോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹത്തിൻ്റെ ചില വാർത്തകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ റേപ്പ് ചെയ്തെന്ന് പറയുന്ന ആ പെൺകുട്ടി ഇപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് 4 മണിക്കൂർ കാണുന്നത്? അന്നും ഇതുപോലെ 3-4 മണിക്കൂർ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ആ ലോഡ്ജിൽ വിളിച്ചു വരുത്തിയത്, ആ ഹോട്ടലിൽ വിളിച്ചു വരുത്തിയത്. അപ്പോൾ അത് ആ കേസിൻ്റെ ബലം, അവരുടെ മൊഴിയുടെ ബലം പോയി. എന്തായാലും FIR ഒരു ഇൻവാലിഡാണ്. അദ്ദേഹത്തിനെ ജയിലിലിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സബ് ജയിലിലിട്ടിരിക്കുന്ന നിയമവിരുദ്ധമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീ ഒപ്പം താമസിക്കുന്നതിന് യാതൊരു തടസ്സവും ഇന്ന് ഇന്ത്യയിലില്ല. ആർട്ടിക്കിൾ 14 നമ്മുടെ ഭരണഘടനയുടെ 16 പ്രകാരം നമുക്ക് പ്രായപൂർത്തിയായ ഏത് സ്ത്രീയോടൊപ്പവും നമുക്ക് താമസിക്കാം. അതിന് ഇന്ത്യയിൽ ഇപ്പം കുറ്റമല്ല. ആർട്ടിക്കിൾ 16 ഓർത്തു വെച്ചുള്ളൂ. ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഒരാളെ ജയിലിൽ റോങ്ഫുള്ളായിട്ട് ഇടാൻ പാടില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ നിയമവിരുദ്ധമായ ഒരു FIRന്റെ പുറത്ത് ജയിലിലിട്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾ 21ന്റെ വയലേഷൻ തന്നെയാണ്. അപ്പോൾ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. അത് കൃത്യമായ ആർട്ടിക്കിൾ 21ന്റെ വയലേഷനും 22ന്റെ വയലേഷനായിട്ട് കണക്കാക്കാൻ പോകും. അത് തന്നെയല്ല, നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ പലരും നിയമവിരുദ്ധമായ കാര്യങ്ങൾ പലതും ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കേസ് ഇൻവാലിഡായ ഒരു FIRന്റെ പുറത്ത് നടപടിയെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നതും അന്വേഷണം നടത്തുന്നതും അത് ഒരു വാലിഡായ ഇൻവെസ്റ്റിഗേഷൻ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം BNSS പ്രകാരമാണ് ആ കേസ് എടുത്തിരിക്കുന്നത്. അത് നിലനിൽക്കത്തില്ല. അത് പഴയ
IPC പ്രകാരമാണ് കേസെടുത്തെങ്കിൽ IPC പ്രകാരം 2023 മുമ്പുള്ളതാണ്. അതുകൊണ്ട് ആ കേസും നിലനിൽക്കുന്നില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ രീതിയിൽ BNSS പ്രകാരം കേസെടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നാളെ ഈ കേസിലേക്ക് ജാമ്യത്തിന് മൂവ് ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ ജാമ്യം കൊടുത്തേ പറ്റൂ കോടതി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം FIR ഇൻവാലിഡാണ്.